ഇപ്രാവശ്യത്തെ പെരുന്നാൾ കളറാക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അതിനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിൻ്റെ വീഡിയോ ആണ്, ടോപ്പ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ, കാരണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മാക്സി ക്ലോത്ത് ആയിട്ടാണ് കേട്ടോ. മാക്സി ക്ലോത്ത് എന്ന് പറയുമ്പോൾ 180 രൂപയുടെ ക്ലോത്താണ് ഈ ഒരു മെറ്റീരിയൽ. അതായത് 180 രൂപയ്ക്ക് നമുക്ക് 3 മീറ്റർ ലെങ്ത്തുള്ള മാക്സി ക്ലോത്ത് കിട്ടും കേട്ടോ. അതങ്ങനെ തന്നെ വാങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു മാക്സി ക്ലോത്തിലാണ് നമ്മളിപ്പോൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിയിൽ ഒതുക്കാതെ നമുക്കിതിൽ ടോപ്പും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്തത് 7 ഇഞ്ച് ലെങ്ത്ത് ഷോൾഡർ എടുത്തു, 7 ഇഞ്ച് ഇറക്കത്തിലും ആം ഹോൾ എടുത്തിട്ടുണ്ട്. പിന്നീട് അതവിടെ സ്ക്വയറായിട്ട് മാർക്ക് ചെയ്ത് കർവ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്യുകയാണ്. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇറക്കം വന്നിട്ട് 3 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ഇറക്കം 5.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ യോഗ് പോർഷൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ടിങ് വരുന്നത് 15 ഇഞ്ചിലാണ് കേട്ടോ. 15 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനതിൽ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 16 ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അവിടെ ഈ അറ്റത്തോട്ട് ചെറിയ രീതിയിലൊരു കർവും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ ഒരു മെഷർമെൻറ്റൊക്കെ പറഞ്ഞു പോകുന്നത് ഒരുപാട് വീഡിയോസിൽ ഇതേ മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകതയായിട്ട് ചെയ്യുന്നത് 4.5 ഇഞ്ച് നമ്മളിപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെസ്റ്റിൻ്റെ ഒന്നും സൈസ് എടുത്തിട്ടില്ല, അത് നമുക്ക് പിന്നീട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡറിൻ്റെ അവിടെ നിന്നും 10 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു. നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ 4.5 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 3 മാർക്കിങ്ങിലൂടെ, അതായത് ഷോൾഡറിൻ്റെ അവിടെ, അതുപോലെ തന്നെ ഈ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നീട് താഴത്തോട്ട് നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാർക്കിങ്ങിൽ 1 ഇഞ്ച് മുമ്പോട്ടും 1 ഇഞ്ച് ബാക്കോട്ടും എടുത്തിട്ട് ഇതാ ഈ ഒരു 10 ഇഞ്ചിൻ്റെ അവിടെ നിന്നും ചെറിയ രീതിയിൽ ഒരു ക്രോസിങ് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്രിൻസസ് കട്ടിങ് ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഫിറ്റായിട്ട് അവിടെ കിടന്നോളും. അപ്പം എന്താ പറയുക, ലൂസായിട്ടും ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പാണിത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇതിൽ സിബും കൂടി അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫീഡിങ്ങിനൊക്കെ യൂസ് ആക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻവെസിബിൾ സിബ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റ് സൈസും ബോഡി സൈസും 10 ഇഞ്ച് ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ബാക്ക് പോർഷൻ ഞാൻ പ്രത്യേകിച്ച് കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഫ്രണ്ട് പോർഷനിലെടുത്ത അതേ സൈസിൽ തന്നെ ഞാൻ ബാക്കും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഓർക്കണം, ബാക്കിൽ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്ക് സിമ്പിളാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സിബും കൂടി വെച്ച് കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് അങ്ങോട്ട് പോകുന്നത്, മാത്രമല്ല പറയുന്നതും. അപ്പോൾ അതാ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്നും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വേറെ വേറെ എടുത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ട് വന്നിട്ടുള്ളത്. ബാക്ക് പാർട്ടിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ടക്കിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതായത് ഞാൻ അത്രയും വീതിയൊന്നും കുറക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് മെയിനായിട്ട് ഫീഡിംഗ് ഒക്കെ ചെയ്യുന്ന അമ്മമാർക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റിലൊന്നല്ല ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ വീതി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു നിങ്ങൾക്ക് മെഷർമെൻറ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഞാനത് കട്ട് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. ഈ ഒരു ബോഡിയുടെ താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് എടുക്കുമ്പോൾ 10 ഇഞ്ച് എടുക്കാം. ഓക്കെ, മുകളിലൊരു 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച്, അതുപോലെ തന്നെ താഴത്ത് 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചായിട്ട് ഇതാണ് നമ്മളെ മെയിൻ ഷേപ്പ് അടിച്ച് കഴിഞ്ഞാലുള്ള ഭാഗം ഇതാണ്. അപ്പോൾ അത്രയും ക്ലോത്ത് ഞാൻ എക്സ്ട്രാ അത് അവിടെ തന്നെ വെക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓർക്കണം, നമ്മൾ ചെസ്റ്റ് സൈസ് എടുത്തതും ഷോൾഡർ എടുത്തതും അതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്തും നെക്ക് ഇറക്കമൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, മാർക്ക് ചെയ്ത ഭാഗം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു എക്സ്ട്രാ
1/4 അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തില്ലേ, ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു കർവ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിലാണ് മാക്സിമം ഞാൻ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കമൻസും ഒക്കെ തരിക. ഫാമിലിയിലും ഫ്രണ്ട്സിലും പെട്ട നിങ്ങൾ ഈ സ്റ്റിച്ചിങ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു യോക്ക് പോർഷൻ കട്ട് ചെയ്തു. ഇനി നമുക്കിത് സ്ലീവിൻ്റെ ഭാഗമാണ്. സ്ലീവിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. നമ്മൾ 7 ഇഞ്ചാണ് ആം ഹോൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അതുപോലെ തന്നെ ഫോൾഡിൻ്റെ ആ ഒരു ഭാഗത്ത് 3 ഇഞ്ച് ഇറക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒരു എന്താ പറയുക എസ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുക. പിന്നീട് അവിടുന്ന് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടി അത്രയും ക്ലോത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ വേറെയും ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നീളം വന്നിട്ട് 11 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇനിയും സെപ്പറേറ്റ് ഒരു ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്യും. അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു കർവ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഫിനായിട്ടുള്ള കുറച്ച് എന്താ പറയുക പോർഷൻ കൂടെ നമുക്ക് ഈ ഒരു സ്ലീവിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണാം. ബാക്കി യോക്ക് പോർഷനും സ്ലീവും ഒക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷനാണിത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി എവിടെയും കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്സ് മാത്രം കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള കുർത്തീസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ മെയിനായിട്ട് നമ്മളിതാ ബോഡിയുടെ ആ ഒരു പീസിൽ കറക്റ്റായിട്ട് നമ്മൾ യോക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗത്ത് പ്രിൻസസ് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗം അതേപോലെ തന്നെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഇൻവിസിബിൾ സിപ്പ് നമ്മൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ, തലകീഴായിട്ട്. അതായത് താഴെ നിന്നും ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ടൊന്ന് ജസ്റ്റ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ആയിട്ടൊന്നും അങ്ങോട്ട് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ കളറാക്കാനായിട്ട് ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ തന്നെ നമുക്കുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, അത് നമ്മൾ വെയർ ചെയ്യുക. മറ്റുള്ളവരത് ചോദിക്കുന്ന സമയത്ത് നമ്മളാണിത് ചെയ്തേക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ കമൻറ്റ്സ് ചെയ്താൽ കേട്ടോ. നമ്മൾ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ സിബ് അറ്റാച്ച് ചെയ്യുന്നത് തന്നെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിവ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത വീഡിയോസിന് തന്നെ ഒരുപാട് റിവ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു പീസ് ഓഫ് ക്ലോത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിതാ മെയിൻ ക്ലോത്തിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ സിബ് വെക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് വരുന്ന ഭാഗം, അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ മെയിനായിട്ട് വരുന്ന പോർഷനിലോട്ട് സിബ് നേരെ തിരിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇൻവിസിബിൾ സിബ് തിരിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. കറക്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ മെയിനായിട്ട് ഈ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫൂട്ടില്ലേ, സിബ് അറ്റാച്ച് ചെയ്യുന്ന ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സാധാരണ ഫൂട്ട് യൂസ് ആക്കരുത്, സിബ് അറ്റാച്ചിങ്ങിൻ്റെ ഫൂട്ട് തന്നെ യൂസ് ആക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സിബ് മറിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു പോർഷൻ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്ത് ഞാൻ നോക്കുകയാണ് കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനിയിപ്പോൾ മറുവശം കൂടി സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് ഈ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, സിബ് എവിടെയാണോ ഓപ്പണിങ് വരുന്നത് അത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മെയിനായിട്ടുള്ള പോർഷനിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സിബിൻ്റെ ആ ഒരു ഉയർന്ന വശമില്ലേ, ആ ഉയർന്ന വശത്തോട് ചേർത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരം ഡ്രസ്സും, കിഡ്സ് ഫ്രോക്ക് ആയിക്കോട്ടെ, മെയിനായിട്ട് നമ്മുടെ തന്നെ വലിയവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ തരം ഡ്രസ്സിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സിബ് വെച്ച് തയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കിതാ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു സിബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിലും വരും എങ്ങനെയാണ് സിബ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ നെറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. അപ്പം ഈ ഒരു രീതി എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.